അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അത് നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഡീപ്പായ പ്രണയം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അധരം കൊണ്ട് വാരിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ശരിക്കും അതില് കാമം തന്നെയാണ് വരുന്നത്. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ ഒന്നൊന്നരം പാട്ടാണ്. പൊൻവയിൽ മണിക്കച്ച അടിഞ്ഞു വീണു, അതിന് പകരം കിരീടം വീണുടഞ്ഞു. ഞാൻ എഴുതി ഹൃദയം കൊണ്ടെഴുതുന്ന കവിത. ഈ ഭൂമിയിൽ ഒരു ദാമ്പത്യത്തിനും മഹാകാവ്യം തുടരാൻ പറ്റില്ല, അതൊരു സങ്കല്പം. ഈ വാമനന്മാരെന്ന് പറയുന്നത് ഈ കുട്ടികൾ തന്നെയാണോ? ഒരു കാലത്ത് നിങ്ങളുടെ തലയെ ചവിട്ടാൻ യോഗ്യരായി പറഞ്ഞു. ഓ, അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. റോഡിൽ ഈ ഇത്തരത്തിലുള്ള മരീചിക പോലുള്ള കാണുമ്പോൾ ഞാൻ പഴയ പാട്ട് പാടാറുണ്ട്. കാരണം ഈ പ്രതീക്ഷ വിൽക്കുന്നു. അതെ, കാരണം ഈ മരീചികയെ പ്രതീക്ഷ വിൽക്കുകയല്ലേ. അതെ, നമുക്ക് ഇതാ വന്നു ഇവിടെ ഉണ്ട്, ഞാനുണ്ട് ഇവിടെ. ഭയങ്കര സങ്കടം തോന്നിയ ഒരു വരികൾ. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വന്ന് കൈ നീട്ടി. 10 വയസ്സ് കൊടുത്തില്ല. ഇതിൽ നിന്നാണ് ഈശ്വരനേക്ക് പിരിഞ്ഞൊരു പാട്ടുണ്ടായത്. ഓൻവിയായിട്ട് ഞാൻ കുറച്ച് മാനസികമായ അകൽച്ചയൊക്കെ ഉണ്ടായിരുന്ന സത്യം പറയണം. തൂവാനത്തുമ്പിളിലെ പാട്ട് എഴുതുന്ന എഴുതിയ ഓൻവിയാണ് ആദ്യം എഴുതിയത്. അത് മാറ്റിയാണ് ഞാൻ എഴുതിയത്. പത്മനാഭൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ മയങ്ങും മേനികളെ തഴുകും തെന്നലേ. പത്മരാജൻ ബേസ് വോയിസിലെ പറയും. ബേസ് വോയിസ് നല്ല ഡെപ്ത് വരും. പി ഭാസ്കര മാഷ് മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് എഴുതിയപ്പോൾ സാർ അതേപോലെ തന്നെ മലയാള ഭാഷ തൻ മാദക ഭംഗീതിൻ മലർമന്ദഹാസമായി. അത് എനിക്ക് തോന്നി അതൊരു എന്താ പറയുക, ഗുരു ശിഷ്യ ബന്ധത്തിന്റെയും കൂടെ ഒരു അല്ല, കേരളത്തെ കുറിച്ചുള്ള എഴുത്ത് കേരളം കേരളം. പക്ഷെ രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ ഭാസ്കര മാഷ് പാട്ടില് അവന്റെ നൊസ്റ്റാൾജിയാണ്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടെടുത്ത് മലയാളം അവൻ നാട്ടിലല്ല ഇപ്പോൾ, അവൻ പട്ടാളത്തില്. അപ്പോൾ മിലിറ്ററി ബാരക്കിരുന്ന് പാടുന്നതാണ്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് അവൻ്റെ സ്വപ്നം നൊസ്റ്റാൾജിയാണ് പാട്ടി വരുന്നത്. പക്ഷെ എന്നെ നൊസ്റ്റാൾജിയല്ല, ഞാൻ മലയാള ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പാടിയിരിക്കുക. ഞാൻ മലയാളത്തിൽ കൂടെ തന്നെ ഉണ്ട്. അപ്പം രണ്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണ്. ഭാസ്കർ മാഷ് അങ്ങനെ മലയാളത്തെക്കുറിച്ച് ഒരുപാട് പാട്ടുണ്ട്. അത് തന്നെ വേറൊരു പാട്ട് ഉണ്ടല്ലോ, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാരോലപ്പുരയുണ്ട് എന്നെഴുതിയ ഭാസ്കർ മാഷ്. അതിൻ്റെ ആ രീതി അദ്ദേഹം തോപ്പിയ ആർക്കും സാധ്യമല്ല. കാരണം ആ നാരികേരത്തിൻ്റെ നാട്ടിൽ നാരായണക്കിളി കൂട് എന്നുള്ള ആ ഗ്രാമീണ സൗന്ദര്യം ഉണ്ടല്ലോ, അത് ഭാസ്കർ മാഷ് തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതേപോലെ സാർ എഴുതിയ മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിരമീട്ടും നഭസ് എന്ന് എഴുതി. ശാക്തേയ സാരം നിൻ മഹസ് ശാശ്വതം നിൻ രാഗ തപസ്. ഈ പാട്ടിൻ്റെ അർത്ഥം മലയാളി പെണ്ണിനെ അങ്ങ് വളരെ ഒരു സോപാനത്തിൽ കൊണ്ടിരിച്ചിരിക്കുകയാണ്. മലയാളി പെണ്ണിന്റെ മനസ്സ് മലർമേഘ തിര നീന്തും നഭസ്, ആകാശമാണ്. മലർമേഘം എന്ന് പറഞ്ഞാൽ നല്ല നിറമുള്ള മേഘം, കാർമേഘമല്ല. മലർമേഘ തിര നീന്തും നഭസ്. ശാക്തേയം നിൻ മഹസ്. ശാക്തേയം എന്ന് പറഞ്ഞാൽ ശക്തിയിൽ നിന്ന് കിട്ടിയത്. ശാക്തേയം പരാശക്തി ദൈവികമാണ്. ശാശ്വതം നിൻ രാഗ തപസ്. ആ പ്രണയത്തിന് മാറ്റമില്ല, ശാശ്വതം അതിൻ്റെ പ്രണയം. അപ്പം ഈ പാട്ട് അവന് ബന്ധുക്കൾ ശത്രുക്കളുടെ ഷൂട്ടിങ് ചെറുതുരുത്തി ഷൊർണൂർ ഭാഗത്തായിരുന്നു. അപ്പോൾ ചെറുതുരുത്തിയിൽ ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടെ പാട്ട് കേൾക്കാൻ വന്നിരുന്നു. KPS എഴുതാം, അതിൽ പ്രധാന റോൾ ചെയ്യുന്നുണ്ട്. KPS ഇന്നസെൻ്റ് എല്ലാവരും പാട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പം പിന്നെ KPS എഴുതിയൊരു കമൻറ്റ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മലയാളി പെണ്ണുങ്ങളെക്കുറിച്ച് തമ്പി സാർ ഒന്നും അറിയില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എഴുതി ചോദിക്കുന്നു. തമ്പി സാർ ശാശ്വത രാഗ തപസ്. ഇന്ന് വൃത്തനെ പ്രേമിച്ച് ആളെ വേർത്തനെ പ്രേമിക്കുന്ന മലയാളി പെണ്ണ് എന്ന് ലളിത തന്നെ പറയാം. അപ്പോൾ ഞാൻ അന്തം വിട്ട്. അപ്പോൾ മലയാളി പെണ്ണിനെക്കുറിച്ച് ഒരു സ്ത്രീയായ ലളിതയ്ക്കുന്നത് സത്യം പറയണ്ട സാർ ചുമ്മാ സങ്കല്പമല്ലേ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ മലയാളി പെണ്ണുങ്ങളും ഒന്നും മനസ്സ് തപസ്സൂലിക്കുന്നവരല്ല. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ ഭയങ്കര രസമുള്ള ഒരു താളമുള്ള പാട്ടാണ്. നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. സാഗര സംഗമത്തിലെ പാട്ടാണ്. അത് തെലുങ്ക് പടമാണ്, ഡബ്ബിംഗ് പടത്തിലെ പാട്ടാണ്. പക്ഷെ അവിടെ ലിപ്പില്ല, ആ പാട്ടത്തിൽ ലിപ്പില്ല. അപ്പം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്.
അപ്പോൾ അവിടെ ആ സിറ്റുവേഷൻ എന്താ പറഞ്ഞാൽ കമലഹാസനും ജയപ്രദയും അവർ തമ്മിൽ മാനസികമായി അടുത്തു, പക്ഷേ പ്രണയിക്കെന്ന് പറഞ്ഞിട്ടില്ല. അവരൊരുമിച്ച് ഇവളുടെ വീട്ടിൽ ഇവളെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് അങ്ങനെ പോവുകയാണ്. രണ്ടുപേരും കൂടെ നടക്കുകയാണ്. ആ നടക്കുന്ന വഴിയിലുള്ള പാട്ടാണ്. അപ്പോൾ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ മൗനം പോലും മധുരം. ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളിൽ ഒന്നായിട്ട് പറയുന്ന പാട്ടാണ് ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരു ആവണിത്തെന്നലായി മാറി എന്ന് പറയുന്നത്. അത് ഗിരീഷേട്ടൻ പറഞ്ഞത് ഇനി ഒരാൾ മലയാണ്മയിൽ ജനിച്ചതിന് ശേഷം വേണം ഇങ്ങനൊരു പാട്ട് എഴുതാൻ, ഇവിടെ ജനിച്ചിട്ടുള്ളവർ ആർക്കും പറ്റില്ല എന്ന് ഗിരീഷേട്ടൻ പറഞ്ഞു. ഗിരീഷ് ഗാനരചിതാവാണെങ്കിലും എന്നെ ഗുരുവായി മനസ്സിൽ സ്വീകരിച്ചാണ്. അത് അദ്ദേഹം തന്നെ എൻ്റെ തിരഞ്ഞെടുത്ത 1000 പാട്ടുകളുടെ ഹൃദയസരസ്. ഹൃദയസരസ്സിൽ പി ഭാസ്കർ മാഷ് ONV ആണ് അവതാരികയായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പി ഭാസ്കർ മാഷാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴത്തേക്ക് ചെറിയ ഓർമ്മ പ്രശ്നം വന്നു തുടങ്ങി. ഭാസ്കർ മാഷ് ഭാര്യ ഇന്ദിരിച്ചെന്നോട് പറഞ്ഞു, തമ്പി മുഴുവൻ ഇദ്ദേഹം എഴുതിയ എങ്ങനെ ഓർമ്മ വരില്ല, പാട്ടൊന്നും ഓർമ്മ നിൽക്കത്തില്ല. അപ്പോൾ ഒരു അനുഗ്രഹവാക്യം പോലെ ഒന്ന് എഴുതി മേടിച്ചാൽ മതി എന്ന് ഇന്ദിര ചേച്ചി പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എഴുതാം, അവതാരം ഞാൻ എഴുതാം. അപ്പോൾ ഇന്ദിര ചേച്ചി പറഞ്ഞു, വേണ്ട നിന്നെ കാണിക്കാം. അപ്പോൾ ഞാൻ അനുഗ്രഹവാക്യം എഴുതാം, മനോഹരമായിട്ട് അത് എഴുതി, അനുഗ്രഹമൊക്കെ എഴുതി. പക്ഷേ അത് പാട്ടുകളെ കുറിച്ചുള്ള ഇതില്ല. പക്ഷെ ONV എഴുതിയതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് വയലാർ മരിച്ചുപോയി. അപ്പോൾ പിന്നെയുള്ളത് ONV ഉള്ളൂ. എന്നേക്കാൾ മുമ്പേ പോയ ഒരാൾക്ക് ONV ഉള്ളൂ. ONV ആയിട്ട് ഞാൻ കുറച്ച് മാനസികമായ അകൽച്ചയൊക്കെ ഉണ്ടായിരുന്ന സത്യം പറയണത്. അപ്പോൾ അതുകൊണ്ട് പല കാരണങ്ങളെ, ഇപ്പോൾ ഉദാഹരണം ഈ തൂവാനത്തുമ്പിളിലെ പാട്ട് എഴുതിയ ONV ആണ് ആദ്യം എഴുതിയത്. അത് മാറ്റിയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോട് കുറച്ച് മാനസിക അകൽച്ചയുണ്ട്, പല കാരണങ്ങളെ. അപ്പോൾ മാത്രമല്ല പി ഭാസ്കരൻ ONV എന്ന ത്രിമൂർത്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീവാനബി വരുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ONV പാട്ട് എഴുതിയില്ല. ഞാനപ്പോൾ തിരക്കായിരുന്നു എനിക്ക്. അപ്പോൾ ആളുകൾ പി ഭാസ്കരൻ വയലാർ ONV എന്നുള്ളത് മാറ്റി പി ഭാസ്കർ വയലാർ തമ്പി എന്ന് പറഞ്ഞു. അതും സ്വാഭാവികമായിട്ട് ONVക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു അകൽച്ച ഉണ്ടായിരുന്നു. ആ അകൽച്ചയിലാണ് അദ്ദേഹത്തോട് പോയി ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് എൻ്റെ 2-3 പുരസ്കാരങ്ങൾ അദ്ദേഹം തന്നില്ല. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്, തുറന്ന സത്യമാണ്, ഒരു അപവാദങ്ങളല്ല, സത്യമാണ്. അപ്പോൾ സാഹിത്യ അക്കാദമിയുടെ എൻ്റെ കവിതയ്ക്ക് 31ാമത്തെ വയസ്സിൽ കിട്ടേണ്ടത് അദ്ദേഹം തന്നില്ലത്. അദ്ദേഹം ഉണ്ടായിരുന്ന കമ്മിറ്റി അദ്ദേഹം എതിർപ്പോണ്ട് കിട്ടാത്തത് തകഴിച്ചേട്ടാണ് എന്നോട് പറയുന്നത്. തകഴിച്ചേട്ടൻ കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അനുഭവം കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കും അകൽച്ച ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ കവിത പാട്ടുകൾ എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കവിയാണ്, ഞാൻ പോയി പറഞ്ഞാൽ അനുസരിച്ച് എഴുതട്ടെ എന്നാൽ ഞാൻ പോയി. ഞങ്ങൾ പിണങ്ങിയിരിക്കുമ്പോഴും ഏതെങ്കിലും പൊതു സദസ്സിൽ വെച്ച് ONV കണ്ടാൽ ഞാൻ പോയി കാലത്തൊട്ട് വീഴും. അതെൻ്റെ സ്വഭാവമാണ്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. നിന്നേക്കാൾ മുതിർന്നവരും നിന്നേക്കാൾ കഴിവുള്ളവരും നിൻ്റെ ഗുരുസ്ഥാനീയരെ കണ്ട കാലത്തൊട്ട് വീഴണം. നിനക്ക് ഇഷ്ടമോ അനിഷ്ടമോ നോക്കരുത്, നീ തൊഴുന്ന ഗുരുവിനെയാണ് എന്ന് ഓർക്കണം. എൻ്റെ അമ്മ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു താളം തങ്ങിയ ആ പാഠങ്ങൾ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി. ഞാൻ എഴുതിയാൽ മതിയോ? ഞാൻ പറയാം, ഭാസ്കർ മാഷ് എഴുതണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന് നല്ല സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുന്നാലെ പോയി വരെ ആരും ഇപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് ചേട്ടൻ എഴുതിക്കൊള്ളാം, എനിക്കിതൊരു പ്രിവിലേജ് അല്ലേ, എഴുതാം എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ലവരും എഴുതുകയും ചെയ്തു, എഴുതി തന്നു. അതിനകത്ത് പി ഭാസ്കർ മാഷ് ഒരു പേജ്, പിന്നെ ONVയുടെ അവതാരിക. ആ സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി എന്നെ വിളിക്കുന്നു. ചേട്ടൻ്റെ ഗാനസഹാരം ഇറങ്ങുകയല്ലേ, അതിൽ എനിക്കൊരു പേജ് എഴുതണം. അത് പ്രയാസമാണ് ഗിരീഷ്. എന്താ അത് ഭാസ്കർ മാഷ് ONV എഴുതി കഴിഞ്ഞു. ആ 2 മൂന്നാമതൊരെണ്ണം വന്നാൽ DC ബുക്സ് സമ്മതിക്കത്തില്ല, അത് ശരിയുമല്ല. അതല്ല എൻ്റെ ഞാൻ തുറന്നു പറയാമല്ലോ, ചേട്ടൻ്റെ പാട്ടുകളാണ് ആ പാട്ടുകളാണ് എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. ഞാൻ പരസ്യമായി പറഞ്ഞിട്ടില്ല, പരസ്യമായി പറയാൻ ഒക്കത്തില്ല. അപ്പോൾ തമ്പി സാറിൻ്റെ പടം മൂട്ടിക്കെന്ന് പറയും. പക്ഷേ ഇത് സത്യമാണ്. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞൊരു മറുപടി, അത് നീ പറയാൻ ശരിയല്ല. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ ഒന്നൊന്നരം പാട്ടാണ്. അത്രയും മനോഹരമായ ഒരു പാട്ട് എഴുതിയ നീയെ ഒട്ടും മോശമല്ല, എന്നേക്കാൾ ഒട്ടും മോശം നീ ഗ്രേറ്റ് റൈറ്ററാണ്. അപ്പം പുള്ളി പെട്ടെന്ന് പറഞ്ഞ മറുപടി, അതോടുകൂടി എനിക്ക് ഗിരീഷിനോട് ബഹുമാനം തോന്നി. ചേട്ടാ, അതും തമ്മിൽ ചേട്ടൻ്റെ സ്പിരിറ്റാ. അതും എന്താണ്, പൊൻവയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു, അതിന് പകരം കിരീടം വീണുടഞ്ഞു. ഞാൻ എഴുതി. ആ സത്യം പറയാനുള്ള മനോഭാവം, തുറന്നു പറയാനുള്ളത്, അതുകൊണ്ട് എനിക്ക് ഗിരീഷിനെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഗിരീഷ് മരിക്കുമ്പോൾ ഞാൻ പോയി, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോയി, ഞാനുള്ളപ്പോഴാണ് മരിക്കുന്നത്. മൃതശരീരത്തിൽ പിന്നാലെ ഞാനും പോവുക കാറിൽ. അവിടെ കൊണ്ട് കിടത്തി വീട്ടിനകത്ത് പോയി കാണുമ്പം ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കണ്ടപ്പോൾ എനിക്ക്
ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയ സമയത്ത് ഗിരീഷ് പ്രസംഗിക്കാൻ വന്നു. അതും എങ്ങനെയാണ്, അത് മഹാജിയുടെ മകൻ എം അച്യുതനാണ് അതിൻ്റെ ഓടക്കുഴൽ അവാർഡിൻ്റെ ആൾ. അപ്പം അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം ഗിരീഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഗിരീഷ് ഈ എം അച്യുത സാറിനെ വിളിച്ചു പറഞ്ഞു, തമ്പിച്ചേട്ടന് ഓടക്കുഴൽ അവാർഡ് എനിക്ക് പ്രസംഗിക്കണം. അപ്പോൾ അച്യുതൻ സാർ ചോദിച്ചു, നീ കവിയാണോ, നീ പാട്ടെഴുത്തുകാരനല്ലേ, നീ ഓടക്കുഴൽ അവാർഡ് പ്രസംഗിക്കാൻ നിനക്കുന്ന അർഹത എന്ന് ചോദിച്ചു. അധ്യാപകനും ശിഷ്യനും അല്ലേ, അല്ല എനിക്ക് പ്രസംഗിച്ചാൽ മതിയാവുന്നു. അപ്പോൾ എനിക്ക് എം അച്യുത സാർ എന്നെ വിളിക്കുന്നു, തമ്പി നമ്മൾ ഒരുപാട് വലിയ കവികൾ, വിശ്വനാരായണ തമ്പി നാരായണക്ക് ഒരുപാട് കവികൾ വരുന്നുണ്ട്, ഗിരീഷ് പഞ്ചായത്ത് പ്രസംഗിക്കാൻ പറഞ്ഞു, അത് ശരിയാവും? ഞാൻ പറഞ്ഞു ശരിയാവും. എന്താ, അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടമുള്ളത് നമ്മളെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഗിരീഷിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗിരീഷ് ഒന്ന് പ്രസംഗിച്ചു. അപ്പോൾ അതിന് 8ാം ദിവസം ഗിരീഷ് മരിച്ചു. അപ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ പ്രസംഗത്തിൽ മുമ്പ് ഒരു കവി പ്രസംഗിച്ച കൂട്ടത്തിൽ പാട്ടെഴുത്തുകാർ താഴ്ത്തി കെട്ടി. ഗിരീഷ് പ്രസംഗിക്കാൻ വന്നപ്പോൾ എൻ്റെ മൊത്തം പാട്ടെഴുത്തുകാരെ താഴ്ത്തി കെട്ടി ഒരു കവിയോട് പ്രസംഗിച്ചു. ഞാനൊരു സത്യം പറയും, ഈ കവികൾക്കൊന്നും ഞങ്ങളെപ്പോലെ പാട്ടെഴുതാൻ പറ്റില്ല, പിന്നെ എന്നെ വിട്ടേക്കും. ഞാൻ അതിന് തെളിവായിട്ട് തമ്പിച്ചേട്ടൻ്റെ പാട്ടുകളെ പറ്റി പ്രസംഗിക്കാൻ പോകും, ഞാൻ കവിതയെക്കുറിച്ചല്ല. ആ പാട്ടുകൾ എങ്ങനെ കവിതകളാകുമെന്ന് കവികൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് എൻ്റെ കുറേ പാട്ടുകൾ ഈ ആനുഷ നിർവൃതിയിലടക്കം എടുത്തിട്ട് അതിലെ പ്രയോഗങ്ങൾ ഉപകളൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അത് എന്നെ കെട്ടിപ്പിടിച്ചു. ചേട്ടാ എനിക്ക് നമ്മൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോ ഉണ്ടോ, എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്, അതല്ല, ഞാൻ ചേട്ടനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ വേണം. അപ്പോൾ അവിടെ ഉള്ള ക്യാമറ ക്യാമറ ആയിട്ട് വന്ന ആളെ വിളിച്ച് പറഞ്ഞു ഞങ്ങളൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു. നാളെ രാവിലെ ഞാൻ പോവും, എനിക്ക് രാത്രി തരണം കോപ്പി. ഞാൻ ഇവനെ മരിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവനെ കിടത്തിയിരിക്കുന്ന ആ ആളിന് നേരെ മേലെ നമ്മൾ ക്യാമറ ടിറ്റപ്പ് എന്ന് പറയും, ആ ഫോട്ടോ ഫ്രെയിം ചോദിച്ചിരിക്കുക. അപ്പോൾ അതായിരുന്നു ഗിരീഷിനുള്ള ബന്ധം. അതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ ഗിരീഷ് എഴുതാനെ സംബന്ധിച്ചതും ആദ്യ കവിതാ സമാഹാരം വരുന്നത് മരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഭാര്യ മീന എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കവിതാ സമാഹാരത്തിൽ തമ്പിച്ചേട്ടൻ അവതാരം എഴുതുന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് മാതൃഭൂമി ബുക്സിൽ ഞാൻ തമ്മിൽ സ്വല്പം ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അപ്പോൾ മാതൃഭൂമി ബുക്സിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, തമ്പി സാറോട് ഞങ്ങൾ ശരിക്കും ഉപ്പനാത്താസില്ല, തമ്പി സാറും ഞങ്ങളുടെ പുസ്തകം എഴുതത്തില്ല, എൻ്റെ ആത്മകഥാവരാ ഭവിഷ്യരിക്കുന്നത് പറഞ്ഞു. ബീന എന്നെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെ മാതൃഭൂമി വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ അത് മറക്കണം, ഇത് എൻ്റെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ചേട്ടൻ തന്നെ അവതാരം എഴുതണമെന്ന്. ഞാൻ അവതാരം എഴുതി കൊടുത്തു. അപ്പോൾ ആകെയുള്ള ഗിരീഷിൻ്റെ ഒരു കഥാസമാർത്ഥം എൻ്റെ അവതാരമുള്ളത്. പിന്നെ എൻ്റെ മുൻപ് പോയ പറയൽ വർസറ്റൈൽ ആയിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി, പറയാനും നോക്കില്ല, വർസറ്റൈൽ, അതായത് ഏത് രീതിയിലും എഴുതും, എന്തും എഴുതും. നമ്മൾ പാട്ട് പരിശോധിച്ചാൽ പറയും ഏത് ലെവലിലും എഴുതാൻ കഴിയും. ഉദാഹരണം ഇപ്പം പിന്നെയും ആ ഒരു കിനാവിൻ്റെ അവരെ പിന്നെ അതുപോലെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് വളരെ ലളിതമായിട്ട് എഴുതും. അപ്പം അങ്ങനെയുള്ള ചലച്ചിത്ര ഗാനം എഴുതാൻ എടുക്കാനായിരുന്നു, യാതൊരു സംശയമില്ല.